ഇന്ന് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പഴങ്ങളും പച്ചക്കറികളും. പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ പകുതി പഴങ്ങളും പച്ചക്കറികളും വേണം എന്നുള്ളതാണ് ശരിക്കുള്ള ആരോഗ്യത്തിന് വേണ്ടത്. പക്ഷേ ഇന്ന് നമുക്കുള്ള ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എത്ര കണ്ട് നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയും, അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജൈവ പച്ചക്കറിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ജൈവ പച്ചക്കറി നമുക്കെല്ലാവർക്കും കഴിയുമോ, സാധ്യമാവുമോ? സാധ്യമാവുന്ന ആളുകളെല്ലാം ജൈവ പച്ചക്കറി തന്നെ ഉപയോഗിക്കണം, അതാണ് ഏറ്റവും നല്ലത്. കൃഷി ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്യണം. ഇനി നമുക്ക് എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ള പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയാണ്. ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും, പാവപ്പെട്ടവനും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലടങ്ങിയിട്ടുള്ള കീടനാശിനികളും ഒക്കെ നമ്മളെ വളരെ അധികം ഭയപ്പെടുത്തുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം? നമുക്കറിയാം, ഈ ജൈവ പച്ചക്കറികളിലും തന്നെ വളരെ ചെറിയ തോതിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ വളരെ മാരകമായ അളവിൽ വിഷാംശം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ കീടനാശിനികൾ എന്തിനു വേണ്ടിയാണ് കർഷകർ ഉപയോഗിക്കുന്നത്? നമ്മളെല്ലാവരെയും ഈ വിഷം തീറ്റിക്കണം എന്നുള്ള ഒരാഗ്രഹവും കർഷകരെ സംബന്ധിച്ചിടത്തില്ല. പക്ഷേ കീടങ്ങൾ, അതുപോലെ തന്നെ ഫംഗസ്, ബാക്ടീരിയ എന്ന് ഒരുപാട് സൂക്ഷ്മ ജീവാണുക്കൾ കൃഷിയെ നശിപ്പിക്കുകയും അവരുടെ വിളവ് വളരെ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് മുക്തി നേടാനാണ് അവർ ഈ കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ അവരുടെ വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ല നമ്മളുടെ അവർ ദോഷമായി ബാധിക്കാൻ വേണ്ടിയല്ല. ഇനി നമുക്ക് ഈ കീടനാശിനി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്യാൻസർ വരുന്നതിനുള്ള ഒരു മൂന്നാമത്തെ കാരണമായി പറയുന്നത് കീടനാശിനികളാണ്. പ്രധാനമായും കീടനാശിനികൾ കർഷകർ ഉപയോഗിക്കുന്നത് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സൺ, അതാണ് ഉപയോഗിക്കുന്നത്. ഈ സൂക്ഷ്മ ജീവാണുക്കൾ, അതുപോലെ തന്നെ ഈ കീടങ്ങളൊക്കെ അതിനെ കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഞരമ്പുകളെയും തലച്ചോറിനെയാണ്. പ്രത്യേകിച്ച് ഗർഭിണികളെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ, 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള വീടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പച്ചക്കറി അങ്ങോട്ട് ഒഴിവാക്കി കളയാം, നമുക്ക് മറ്റത് കഴിക്കാം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്യാൻസറിനെ തടയുന്നതിൽ ഈ വെജിറ്റേറിയൻ ഡയറ്റ്, അതായത് പച്ചക്കറികൾക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നാം ചെയ്യേണ്ടത് എങ്ങനെ നമ്മുടെ ഈ പച്ചക്കറിയിൽ നിന്നും ഈ കീടനാശിനികളെ നമുക്ക് ഒഴിവാക്കാം, എന്നിട്ട് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികൾ, അതിൽ കണ്ടമാനം വിഷാംശം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചളിയോ അല്ലെങ്കിൽ വേറെ വല്ല ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കാണും, നമ്മൾ കഴുകിയാൽ പോകും. ഇപ്പോൾ കഴുകിയാൽ പോവാത്ത കുറേ സാധനങ്ങൾ ഈ കർഷകർ അതിലടിച്ചിട്ടുള്ള ഈ നമ്മൾ പറഞ്ഞ വിഷമരുന്നുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. 4 മെത്തേഡാണുള്ളത്. ആദ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. നമ്മൾ കറിയുപ്പ്, സാധാരണ കല്ലുപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിലുള്ള വിഷാംശം കളയാമെന്നുള്ളത്. രണ്ടാമത്തത് നമ്മൾ വിനീഗർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് സുർക്ക എന്ന് പറയും. മൂന്നാമത്തെ ഒരു സംഭവം ബേക്കിംഗ് സോഡ, അല്ലെങ്കിൽ നമ്മൾ അപ്പ സോഡ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നാലാമത്തത് ഒരു സംഭവം വളരെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വാളംപുളി, സാധാരണ പുളിങ്ങ എന്ന് നമ്മൾ പറയുന്ന ഈ പുളിങ്ങ പിഴിഞ്ഞ വെള്ളം, ആ വെള്ളം ഇതെങ്ങനെ നാം
അത് വെച്ചും പിന്നെ നമ്മുടെ ഈ വിഷം അംശം കളയാൻ കഴിയും. നമുക്ക് ഓരോന്നായി എടുക്കാം. ആദ്യമായി നമ്മൾ കറിവേപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ നമ്മുടെ വിഷാംശം ഈ പച്ചക്കറിയിൽ നിന്ന് കളയാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ടൊരു കറിവേപ്പ് എടുക്കാം. ഒരു 10% കറിവേപ്പാണ് വേണ്ടത്. നമ്മൾ 1 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അത് ഒരു 100 ഗ്രാം കറിവേപ്പ് ആണ് നമ്മളിതിൽ ആദ്യമായിട്ട് ഈ പാത്രത്തിൽ ഇടേണ്ടത്. നമ്മൾ ഏതാണ്ട് 100 ഗ്രാം, അത് നമ്മൾ ഏതാണ്ട് 1 ലിറ്റർ വെള്ളം നമുക്ക് എടുക്കാം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതാണ്ട് 1 ലിറ്റർ വെള്ളം എടുത്തു. അതിൽ ആ കറിവേപ്പ് നന്നായിട്ട് കലങ്ങുന്ന വിധത്തിൽ നന്നായിട്ട്, വളരെ സിമ്പിളാണ്. വളരെ ചെറിയ ഒരു ചൂട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അത് ല്യൂക്ക് വാം വാട്ടർ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചൂടാക്കണമെന്നില്ല. ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, കുറച്ചുകൂടിയും ബെസ്റ്റ്. ഇനി നമുക്ക് ഏതൊക്കെ പച്ചക്കറിയാണോ നമുക്ക് ആവശ്യമുള്ളതെന്ന് വിചാരിച്ചാൽ ആ പച്ചക്കറികൾ, നമ്മൾ ഉപയോഗിക്കേണ്ട പച്ചക്കറികൾ ഓരോന്ന്, എല്ലാ സാധനവും ഒരുമിച്ചിടാം, ഒരു കുഴപ്പമില്ല. ഇന്നത് ഓരോന്ന് ഇങ്ങനെ ഇട്ടെടുക്കണമെന്നില്ല. ഓരോ പച്ചക്കറികൾ നമ്മൾ ഇതിൽ മൂടത്തക്ക വിധത്തിൽ നമ്മളൊരു ഉദാഹരണമായിട്ട് ഇതിലേതൊക്കെയാണോ നമുക്ക് വേണ്ടത് എല്ലാ സാധനവും നമ്മൾ ഓരോ സമയം ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമ്മൾ പിന്നെ അന്ന് ഉപയോഗിക്കാനുള്ളതോ അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫുള്ള് നമ്മൾ ഇതേമാതിരി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അത് കഴുകി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇതൊക്കെ മൂടി നിന്ന് ഏതാണ്ട് 20 മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ കുതിർന്നിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം, ആ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലുള്ള വെള്ളം, ഇതിലുള്ള ഉപ്പ് വെള്ളം മാറ്റിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നേരെ കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയോ ചെയ്യാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള മെത്തേഡ്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, മാത്രമല്ല നമ്മുടെ തന്നെ ആരോഗ്യം. ക്യാൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് ഒരു മാരകമായ അസുഖമാണ്. അത് നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു കാരണം, നമ്മൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും വളരെ അശ്രദ്ധയോടെ ചെയ്യുന്ന ഈ പിന്നെ സാധാരണ പച്ചക്കറി ഉപയോഗിക്കുന്നതിലൂടെ വരുന്ന, അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് തടയാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി ഈ ഒരു പരിപാടി എല്ലാ അമ്മമാരും, എല്ലാ വീട്ടമ്മമാരും പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻറ്റീനുകളിൽ, അതുപോലെ തന്നെ ഹോട്ടലുകളിലുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ആ പ്രവൃത്തി ഒരു വലിയൊരു സാമൂഹ്യ സേവനമായിരിക്കും. 1000 ക്യാൻസർ രോഗികൾക്ക് നമ്മൾ ചികിത്സാ സംവിധാനങ്ങളും പാലിയേറ്റീവ് കെയറുകളും കൊടുക്കുന്നതിലും ഏറ്റവും വലിയ നമ്മളുടെ ഒരു സഹായമായിരിക്കും ഇത്തരം ക്യാൻസറിൽ നിന്ന് തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പരിപാടി. ഇതെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വളരെ ബോധവാന്മാരാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇതൊരു വലിയൊരു മിഷനായിട്ട് എല്ലാവരും എടുക്കണം എന്നുള്ളതാണ്. സമൂഹം മൊത്തം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ്, അങ്ങനെ അല്ലാത്ത ഒരു പച്ചക്കറിയും, അതായത് ഈ നമ്മുടെ അംശമുള്ള പച്ചക്കറികൾ ഒക്കെ തന്നെ ഇങ്ങനെ നമ്മൾ ഡിറ്റോക്സിഫൈ ചെയ്ത് ഈ വിഷാംശം നീക്കിയതിന് ശേഷമല്ലാതെ ഒരു വീട്ടിലും ഒരു കടകളിലും ഉപയോഗിക്കാൻ പാടില്ല, ഒരു ഹോട്ടലുകളിൽ ഉപയോഗിക്കില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, അതൊരു നിർബന്ധമായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ നിയമം ആയിട്ടല്ല നമ്മൾ കാണുന്നത്. അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരും എടുക്കണമെന്ന്. അതുകൊണ്ട് ആണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ തന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഇടുന്നത്. ഇത് സാധാരണഗതിയിൽ എത്രയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് വളരെ പ്രധാനമാണ് എന്നുള്ളത്, നിങ്ങൾ ഒരു മരുന്ന് കഴിക്കുന്നതിലും വലിയ പ്രധാനമായിട്ട്, നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ മരുന്നിലും ഏറ്റവും വലിയ പ്രധാനമാണ് നമ്മൾ ഭക്ഷണത്തിലുള്ള ഈ വിഷാംശങ്ങൾ മാറ്റുന്നത്. ഇനി നമുക്ക് ഈ വിഷാംശം കളയുന്നുള്ള രണ്ടാമത്തെ മാർഗമായ
നമ്മളെ ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ അപ്പസോഡ എന്ന് പറയും, അതല്ലെങ്കിൽ ചില ആളുകൾ അപ്പക്കാരം, പല പേരും പറയും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇതാണ് നമ്മൾ അടുത്തത്. ഇത് നമ്മൾ ഇതേപോലെ അതേപോലെ തന്നെ 1 ലിറ്റർ വെള്ളം എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏത് പഴമാണോ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പഴങ്ങൾ, ഇതിൽ ഈ ബേക്കിംഗ് സോഡക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നേരത്തെ പറഞ്ഞതിലും വ്യത്യസ്തമായിട്ട്. അതായത് നമ്മൾ പഴങ്ങളിലുള്ള ഈ നമ്മുടെ വിഷാംശങ്ങൾ, അതിൻ്റെ സ്കിൻ, ഇപ്പോൾ നമ്മൾ പഴങ്ങളിലാണെങ്കിൽ അതിൻ്റെ തൊലിയുടെ അടിയിലുള്ള, പിന്നെ ആ പാടയുടെ അടിയിൽ, പ്രത്യേകിച്ച് ആപ്പിള്, തക്കാളി, മുന്തിരി, അങ്ങനെയുള്ള പഴങ്ങളുടെ ആ ജസ്റ്റ് ഒരു ഫിലിം ഉണ്ടാവും, അതിൻ്റെ അടിയിലുള്ള ആ വിഷാംശം കൂടി വലിച്ചെടുത്ത് നമുക്ക് ഈ പഴങ്ങളൊക്കെ വിഷമുക്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു പ്രത്യേകത ബേക്കിംഗ് സോഡ. നമുക്ക് ആദ്യത്തേലും ഇപ്പോൾ കറിവേപ്പിനെക്കാളും കുറച്ചുകൂടി ഏതാണ്ടൊരു അതേപോലെ തന്നെ 10% ഇതിലും ഇടേണ്ടത്. ആദ്യമായിട്ട് ഇത് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ, അതിൻ്റെ ശേഷം പച്ചക്കറി ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ പഴങ്ങൾ അതിന് ശേഷം ഇട്ടാലും മതി. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ചൂടുവെള്ളം നിർബന്ധമില്ല. ചൂടുവെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ പഴങ്ങളിൽ ഉള്ള കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത് ഈ ബേക്കിംഗ് സോഡയാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടി ചിലവ് കൂടുന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറയുമ്പോൾ ഉപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഇതിൽ ഉപ്പ് വളരെ ചിലവ് കുറഞ്ഞതാണ്, ബേക്കിംഗ് സോഡ കുറച്ചുകൂടി വില കൂടിയൊരു വസ്തുവാണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡ്, എങ്ങനെയാണ് വിഷാംശം നീക്കുക എന്നുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ വിനാഗർ എന്ന് പറയും, നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്ത് സുർക്ക എന്ന് പറയും. അപ്പോൾ ഇത് 10% സുർക്ക, 100 ml എടുക്കുക, അത് 1 ലിറ്റർ വെള്ളം, നേരത്തെ പറഞ്ഞ മെത്തേഡൊക്കെ അതേപോലെ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ, 1 ലിറ്റർ എന്നതല്ല, നമ്മൾ എത്രയാണോ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ പച്ചക്കറി ഉണ്ട് വിചാരിക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൽക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ പച്ചക്കറികൾ ഉണ്ടാകും. അപ്പോൾ 1 ലിറ്റർ എന്നുള്ളത് നമ്മൾ ആ തോതനുസരിച്ച്, ഇപ്പോൾ നമ്മൾ 10 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 കിലോ ഏതാണ്ട് 1 ലിറ്റർ ഉപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1 കിലോ ആണ് അതിൻ്റെ കണക്ക്, 1 കിലോ ഉപ്പ് എടുക്കുക. അത് വിനാഗിരി ആണെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള ആ റേഷ്യോ അനുസരിച്ച് എടുക്കുക. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ എടുക്കുന്നതിന് നമ്മൾ 100 ml 10% വിനാഗിരി തന്നെ പല കോൺസെൻട്രേഷനിലുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് 10% വിനാഗിരി ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ അതിൽ ഒഴിച്ച് നമ്മളിപ്പോൾ ഒരു വീട്ടിലിപ്പോൾ സാധാരണ 1 ലിറ്ററിൽ മതിയാവും. നമ്മൾ ചെറിയൊരു 5 6 അല്ലെങ്കിൽ 10 ആൾ വരെയുള്ള ഒരു വീട്ടിലേക്ക് അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇനി നാലാമത്തെ മെത്തേഡ് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മൾക്ക് ഒരു ചിലവുമില്ല, പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാകണ തന്നെ സാധനമാണ്. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതാണെങ്കിൽ അത് കുറച്ച് ചിലവ് കൂടുന്നതാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വാളൻപുളി നമ്മൾ പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം 10%, ഇപ്പോൾ 100 ഗ്രാം വാളൻപുളിയിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഇതേപോലെ തന്നെ ഒരു 20 മിനിറ്റ് ഇട്ടാൽ നമ്മളെ വിഷാംശം പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിലും ഒരു 90%, ഇതൊക്കെ പറയുന്നത് 70 to 90% ആണ്. അത്രത്തോളം വിഷാംശം മാറും. അത് മാറിയാൽ തന്നെ നമ്മൾ ശരിക്കും നമുക്ക് ഏതാണ്ട് 100% എന്നുള്ള, നമ്മൾ പരിപൂർണമായിട്ട് വിഷാംശം മുക്തമായി എന്നുള്ള ഇതിലെത്തും. അത്തരം പച്ചക്കറികൾ കഴിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ദോഷമൊന്നും വരില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടുകളിൽ നമ്മളെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന, മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി നേരിട്ട് ഉപയോഗിക്കരുത്. അത് ഇതുപോലെ വിഷാംശം നീക്കിയതിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ജൈവ പച്ചക്കറി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങാതെ പച്ചക്കറിയൊക്കെ മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത് ചിലപ്പം സാധ്യമായി എന്ന് വരില്ല. ഇന്നത്തെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലർക്കും കഴിയുന്ന ആളുകൾ അത് ചെയ്യാം. അവിടെയും നമ്മളൊരിക്കലും വിഷാംശമുള്ളത് ഉപയോഗിക്കരുത്. ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കാം, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനത്തെ. ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറിയും ഈ വിഷാംശം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും പറയും, എന്തിനാ പച്ചക്കറി വാങ്ങി കഴിക്കുന്നത്, വളരെ പ്രശ്നമാണ്, ഇതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ചില പൊടിക്കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിഷാംശം മാറ്റാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ സന്ദേശം ജനങ്ങളിൽ എത്തിച്ച് നമ്മുടെ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെ ചിലവ് കുറഞ്ഞ ഈ ഒരു മാർഗം നിങ്ങളെല്ലാവരും അവലംബിക്കുക. ഇതാണ് ഏറ്റവും വലിയ സാമൂഹ്യ സേവനം. നിങ്ങളെല്ലാവരും ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മൾ നമ്മളിപ്പോൾ ഈ പച്ചക്കറികളൊക്കെ അതുപോലെ പഴങ്ങളൊക്കെ ഈ വിഷാംശമുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ ഈ ഓർഗാനസ് ഫോസ്ഫറസ് പോയ്സൺ ആണ് അതിലുള്ളതെന്ന് പറഞ്ഞല്ലോ, ഇൻസെക്ടിസൈഡ്സ് ഈ ഇതിൽ വിഷാംശം അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉപ്പ് അതിൽ ഇടുമ്പോൾ വെള്ളം ഉപ്പ് ആകുമ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഓരോ സോഡിയം സാൾട്ടുകളായിട്ട് രൂപാന്തരപ്പെട്ട് അതിൽ 70% മുതൽ 90% വിഷാംശം അതിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റെല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരം ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെജിവാഷ് എന്ന ഒരു സൊല്യൂഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലും നമുക്ക്, പക്ഷെ അതൊക്കെ ചിലവ് കൂടിയതാണ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അതായാലും മതി. അതേപോലെ തന്നെ ഇനി ഇതിന് ഉപകരണങ്ങളുണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ട്. നമ്മളെ പിന്നെ അത് ഇതേ മെത്തേഡല്ല, അത് ഒരു കെമിക്കലല്ല, അത് നമ്മൾ ഓസോണൈസേഷനാണ്. നമ്മൾ വെള്ളത്തെ ഓസോണൈസ് ചെയ്യുമ്പോൾ അതിൽ പിന്നെ വിഷാംശം ആ വെള്ളത്തിൽ കൂടെ വലിച്ചെടുക്കുന്നതാണ്. അതിന് പല കമ്പനികളും അങ്ങനത്തെ ഉപകരണങ്ങൾ ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ. 4000-5000 രൂപയൊക്കെയുള്ള സാധനങ്ങൾ. അത് ഒരു 10 മിനിറ്റ് നേരം ഒരു വെള്ളത്തിൽ അതിൻ്റെ ആ മെഷീൻ്റെ ഒരു ടിപ്പുണ്ട്, ആ ടിപ്പ് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓസോണൈസ് ചെയ്യുന്നതുകൂടി ഈ വിഷാംശം വലിച്ച് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളെല്ലാം ഇതേപോലെ തന്നെ നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മളുടെ സ്ഥാപനങ്ങളിലും അതുപോലെ ഹോട്ടലുകളിൽ ഉള്ള ആളുകൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യാൻ പലർക്കും വിമുഖതയായിരിക്കും. കാരണം നിങ്ങൾ അതിന് കുറച്ച് പൈസ നിങ്ങളിത് കൂടിയാലും നിങ്ങൾ ഈ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഹോട്ടലുകളിലാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങൾ കേറ്ററിംഗ് ആണെങ്കിലും ശ്രദ്ധിച്ച് ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾക്കൊന്നും വലിയ ഒരു പണച്ചെലവുള്ളതൊന്നുമല്ല. ഈ കല്ലുപ്പ് ഇട്ടിട്ട് അത് പിന്നെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, വീട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കാറ്ററിംഗ് ഹോട്ടലോ നമ്മൾ അത്ര പറഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്തില്ലെന്ന് വരാം, പക്ഷെ അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് നിങ്ങൾ ഈ നാടിന് ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണത്. ഇനി നമ്മൾ വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഇത്തരം പച്ചക്കറി മാത്രമേ ഞങ്ങൾ ഇനി ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഞങ്ങളെല്ലാവരും ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. അത് നമ്മുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, ഗർഭിണികൾ, അവരുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഒരു സന്ദേശം നിങ്ങളെല്ലാവരും, കേരളത്തിലെ മുഴുവൻ ആളുകളും ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന്, ഇന്ന് നമുക്കറിയാം ക്യാൻസർ കൊണ്ട് എത്രയോ രോഗികൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. പല കാരണങ്ങളുണ്ട്, അതിൽ ഒരു കാരണം ഇതാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മലബാർ മേഖലയിലാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ്. ഈ സംഭവങ്ങൾ എല്ലാവരും ഈ സന്ദേശം ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.